കയ്യിൽ ഒരു തരി സ്വർണ്ണമുണ്ടെങ്കിൽ അത് ഏത് നിമിഷവും പണമാക്കി മാറ്റാൻ കഴിയും. അതിനാൽ പഴയ സ്വർണം വിൽക്കാൻ സ്വർണ്ണക്കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ നോക്കുമ്പോൾ പലർക്കും വലിയ നഷ്ടമാണ് സംഭവിക്കാറുള്ളത്. കയ്യിൽ ഒരു തരി സ്വർണമുണ്ടെങ്കിൽ അത് ഏത് നിമിഷവും പണമാക്കി മാറ്റാൻ കഴിയും. അതിനാൽ പഴയ സ്വർണം വിൽക്കാൻ ഇന്ന് സ്വർണ്ണക്കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്വർണം വാങ്ങി കുറച്ചുകാലം സൂക്ഷിച്ച് പിന്നീട് വിൽക്കുമ്പോൾ അതിന് വില കൂടുകയല്ലാതെ കുറയുന്നില്ല എന്നതാണ് അതിലെ പ്രധാന കാരണം. അതായത് സ്വർണം വില എക്കാലത്തും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, അതും റെക്കോർഡുകൾ ഭേദിച്ച്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും വളരെ എളുപ്പം ഉയർന്ന വിലയ്ക്ക് വിൽക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണ് ഇന്ന് സ്വർണം. പുതിയ സ്വർണം വാങ്ങാൻ മാത്രമല്ല, പഴയ സ്വർണം വിൽക്കാനും സ്വർണ്ണക്കടകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്വർണത്തിന്റെ വില വർദ്ധിക്കുമ്പോഴാണ് പഴയ സ്വർണം വിൽക്കാനായി ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത്. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, അതായത് സാഹചര്യത്തിനനുസരിച്ച് കയ്യിലുള്ള സ്വർണം വിൽക്കാൻ ആളുകൾ തയ്യാറാകുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. പണം കണ്ടെത്താൻ തുടങ്ങിയ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും പഴയ സ്വർണം വിറ്റ് കാശാക്കാൻ ആളുകൾ ജ്വല്ലറിയിലേക്ക് ഓടുകയാണ്. സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ എല്ലാ ജ്വല്ലറികളിലും അന്നത്തെ സ്വർണ്ണവില കൃത്യമായി കാണിച്ചു തരും. അതിനെപ്പറ്റി ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യും. പക്ഷേ പഴയ സ്വർണം എത്ര രൂപയ്ക്ക് തിരിച്ചെടുക്കുമെന്ന കാര്യം ആരും പ്രദർശിപ്പിക്കാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതിന്റെ പ്രധാന കാരണം ഓരോ ജ്വല്ലറിക്കാരും ഓരോ വിലയാണ് സ്വർണം തിരിച്ചെടുക്കുന്നതിന് ഈടാക്കുന്നത്. ഇത്തരത്തിലുള്ള തിരിച്ചെടുക്കലിലെ വില വ്യത്യാസം തന്നെയാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രം. പുതിയ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് നിയമപരമായി തന്നെ ഒരുപാട് സംരക്ഷണങ്ങൾ ലഭിക്കും. എന്നാൽ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ അത്തരം സംരക്ഷണങ്ങൾ ലഭിക്കുന്നില്ല. ജ്വല്ലറിക്കാർ തീരുമാനിക്കുന്നതാണ് പഴയ സ്വർണത്തിന്റെ വില. വിൽക്കാൻ ചെല്ലുന്നവർ ആ വിലയ്ക്ക് വിറ്റ് പണവുമായി മടങ്ങുന്നതാണ് കാഴ്ച. ശരിക്കും ജ്വല്ലറിക്കാർക്ക് സ്വർണം വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുക പഴയ സ്വർണം തിരിച്ചെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മിക്ക ജ്വല്ലറിക്കാരും സ്വർണം തിരിച്ചെടുക്കുന്നതിന് താല്പര്യം കാണിക്കാറുള്ളത്. പുതിയ സ്വർണം വിൽക്കാതെ പഴയ സ്വർണം മാത്രം വാങ്ങുന്ന ചെറുകിടക്കാരായ ഒരു മുറി ജ്വല്ലറിക്കാരെ കേരളത്തിൽ പലപ്പോഴായി നമുക്ക് കണ്ടിട്ടുണ്ട്. അവർ സ്വർണ്ണക്കട എന്ന പേരിന് വേണ്ടി തൂക്കം കുറഞ്ഞ കുറച്ച് ആഭരണങ്ങൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. എന്നാൽ അതിലല്ല അവരുടെ ബിസിനസ്, മറിച്ച് പഴയ സ്വർണം വാങ്ങുന്നതിലാണ് ലാഭം. പുതിയ സ്വർണം വിൽക്കുമ്പോൾ പണിക്കൂലിയിലാണ് ജ്വല്ലറിക്കാർ ലാഭം കണ്ടെത്തുന്നത്. പഴയ സ്വർണം തിരിച്ചു വാങ്ങുമ്പോഴാകട്ടെ അതിന്റെ തൂക്കത്തിലും മാറ്റത്തിലും മറ്റും വിവിധ കാരണങ്ങൾ പറഞ്ഞ് വില കുറയ്ക്കുകയാണ്. പണത്തിന് പെട്ടെന്ന് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ആവശ്യക്കാർ മറ്റൊന്നും ചിന്തിക്കാതെ കിട്ടുന്ന വിലയ്ക്ക് സ്വർണം വിൽക്കും. അതായത് നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നൽകുന്ന വലിയൊരു തുക പണിക്കൂലിയാണ്. ആഭരണം നിർമ്മിക്കാനുള്ള ഈ പണം വാങ്ങുമ്പോൾ നൽകാറുണ്ടെങ്കിലും തിരിച്ചു വിൽക്കുമ്പോൾ ഈ തുക ഒട്ടും തന്നെ ലഭിക്കാറില്ല. പണിക്കൂലിക്ക് പുറമെ പഴയ ആഭരണങ്ങൾ തിരികെ വിൽക്കുമ്പോൾ അവ ഉരച്ച് പരിശോധിക്കുമ്പോഴുള്ള നഷ്ടവും വലിയ തോതിൽ മൂല്യം കുറയുന്ന ഒന്നാണ്. ആഭരണങ്ങൾ ഉരുക്കി അതിലെ കൃത്യമായ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുമ്പോൾ ഈ വേസ്റ്റേജ് കുറയ്ക്കാറുണ്ട്. കൂടാതെ മാറ്റു കുറയ്ക്കുന്നതിനനുസരിച്ചുള്ള കുറവുകളും ജ്വല്ലറിക്കാർ തിരുത്തുകൾ വരുത്താറുണ്ട്. പണിക്കൂലി, വേസ്റ്റേജ്, മാറ്റുകുറവ് എന്നിവയെല്ലാം കൂടിച്ചേരുമ്പോൾ സ്വർണം വിൽക്കുമ്പോൾ ആകെ മൂല്യത്തിന്റെ ഏകദേശം 18% രൂപ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. കൂടാതെ സ്വർണം എപ്പോൾ വിൽക്കുകയാണെങ്കിലും ആളുകൾ വിശ്വാസമർപ്പിച്ച ജ്വല്ലറികളെ തന്നെ സമീപിക്കണം. അങ്ങനെയാകുമ്പോൾ തട്ടിപ്പിനിരയാകില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇതുകൂടാതെ അടുത്ത കാലത്ത് വാങ്ങിയ സ്വർണമാണ് വിൽക്കുന്നതെങ്കിൽ വാങ്ങിയ സമയത്തെ ബില്ല് കൈവശമുണ്ടെങ്കിൽ അതുകൂടി വിൽക്കുമ്പോൾ കാണിക്കുന്നത് വളരെ നല്ലതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.